എണ്ണയിൽ നിന്ന് മീൻ ഇങ്ങനെ കോരുക, കറിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇവിടെ ഒരാൾക്ക് മീൻകറി പറ്റൂല, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ മീൻകറിക്ക് നല്ല അടിച്ച് കയറ്റുണ്ട്. ഇപ്പോൾ ഒരു 2-3 മീൻ പച്ചയായിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കറിക്ക് ഇടാൻ. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മീൻകറി കേട്ടോ. ഒരു അടിപൊളി മീൻകറിയാണ്. അപ്പോൾ നമുക്ക് മീൻകറി വെക്കണത് മീൻ ഫസ്റ്റ് പൊരിച്ചിട്ടാട്ടോ മീൻകറി വെക്കണേ. അപ്പോൾ അതിക്ക് വേണ്ട മസാല: മുളകും പൊടി ഇടുക, മഞ്ഞൾപ്പൊടി, ഇതിന് ഉപ്പ്, പാകത്തിന് വെള്ളമാക്കിയിട്ട് മിക്സാക്കി എടുക്കുക. ഇതിലേക്ക് മീൻ ഇങ്ങനെ ഇടുക. ഇനി മീനിൽ കുറച്ച് മസാല കുറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ കറിക്ക് മസാല ഒക്കെ ഇടുന്നതാണ്. ചട്ടിക്ക് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇങ്ങനെ ഇടുക. പിന്നെ കുറച്ച് ജീരകം. എണ്ണ ചൂടായില്ലല്ലോ മോളെ. അത് ചൂടായിക്കോളും. 2 വറ്റൽമുളക്. എണ്ണ ചൂടായിക്കോളൂ. നമുക്ക് കുറച്ച് അർജൻറ്റായിട്ട് ഇട്ടതാണ്. ഇനി ഈ സമയം കരിവേപ്പില ഉണ്ടെങ്കിൽ കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചാട്ടോ. അയ്യ മക്കളെ, ഇത് സൂപ്പർ മീൻകറി കേട്ടോ. ഇത് മീൻകറി ആയാൽ അതിൻ്റെ സ്മെല്ലുകൊണ്ട് ഇവിടെ ഒന്നും നിൽക്കാൻ കഴിയില്ല. ആരും ഇപ്പം തന്നെ വേഗം ട്രൈ ചെയ്തോളി. നല്ല അടിപൊളി മീൻകറിയാണ്. എന്തായാലും കേരളത്തിൽ മീനില്ലാതെ വീടില്ല. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്താൽ മതി. ഏത് മീനായാലും കുഴപ്പമില്ലല്ലോ. അല്ല, മത്തിയാണ് ഏറ്റവും നല്ല ഇഷ്ടങ്ങൾ കറി വെക്കാൻ. രസം ഇഷ്ടമല്ല, മത്തിയാണ് ഏറ്റവും നല്ല രസങ്ങൾ കറി വെക്കാൻ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി റെഡി ആയിന്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇടാം. സവാള പെട്ടെന്നൊന്ന് മൂത്ത് വരാനായിട്ട് കുറച്ച് ഉപ്പ്. ഇതൊന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഹായ്, ഇത് സൂപ്പറായി വന്നത്. ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കട്ടോ. മുളകും പൊടി നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ളത്. ഇവിടെ ഞങ്ങൾ നല്ല എരിവ് കൂട്ടും, അതുകൊണ്ട് ഞാൻ നല്ല എരിവ് ഇടുന്നു. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇതിൻ്റെ കണക്കൊന്നും ഞാൻ പറയില്ല, അവനവൻ്റെ ആവശ്യത്തിന് ഇടുക. പക്ഷെ മീനിൽ കുറച്ച് എരിവ് ഉണ്ടായാലും മീൻകറി രസം ഉണ്ടാവുള്ളൂ. മല്ലിപ്പൊടി പിന്നെ ഞാൻ അധികം കൊണ്ട് ഇടുന്നില്ല. അല്ല, ഈ കറിയിലേ മുളക് പൊടി കൂടുതൽ ഇട്ടാലും അറിയുന്നില്ല. ഉപ്പ് ആവശ്യത്തിന്. നമ്മൾ മീൻ മസാല വെച്ചാൽ ഉപ്പിട്ടാണ്, അപ്പോൾ ഇതിലേക്ക് ശ്രദ്ധിച്ചിടുക. ഇനി ഇതൊന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെക്കട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എങ്ങനെ മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് പുളി. ഞാൻ കുറച്ച് പുളി വെള്ളത്തിട്ട് വെച്ചാണ്. ഇതൊന്ന് നന്നായിട്ട് തിരുമ്പിയിട്ട് ഇതിന് വെള്ളം വെച്ച് കൊടുക്കാം. ഡ്രസ്സ് വാഷാക്കാം തിരുമ്പിട്ട്. അതൊക്കെ എൻ്റെ ഭാഷയാണ്. തിരുമ്പ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കുക. ഇതിൻ്റെ പൈപ്പ് നന്നായിട്ട് ഇളക്കി എടുക്കുക. മക്കളെ തമാശല്ല കേട്ടോ, അത് അടിപൊളി മീൻകറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയാം. നല്ല കമൻറ്റ് പറഞ്ഞാൽ മതി കേട്ടോ. നമുക്ക് എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ച് പുളി എടുക്കട്ടോ. ഞാൻ ഇവിടെ അത്യാവശ്യം നല്ല പുളി എടുക്കുന്നു. ഇവിടെ ഒരാൾക്ക് മീൻകറി പറ്റൂല, പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ മീൻകറിക്ക് നല്ല അടിച്ച് കയറ്റുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് ഇവിടെ നിൽക്കാൻ വയ്യ മക്കളെ, അല്ലേ? നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം വേണ്ട പറ്റിച്ചെടുക്കുകയാണെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കുറച്ച് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കട്ടോ. കണ്ടോ, ഭയങ്കര നല്ല തിക്കായിട്ടുള്ള മീൻകറിയാണ്. പെട്ടെന്ന് ലൂസ് പോലെ ആവില്ല. ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. ഈ കറി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇടാനുള്ള മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു 2-3 മീൻ പച്ചയായിട്ട് നമുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ കറിക്ക് ഇടാൻ. ഇത് മീനിൻ്റെ പച്ച ഒരു ടേസ്റ്റ് വരാനാണ്. നമ്മളിത് മീൻ പൊരിച്ചാണ്ടല്ലേ ചേർക്കണേ. അപ്പോൾ അതിക്കൊരു 3 മീൻ പൊരിക്കാത്ത മീൻ ഇട്ട് കൊടുക്കാം. അങ്ങനെ ചേർക്കും. എണ്ണയിൽ മുങ്ങിട്ട് കൊടുക്കാം. ഇത്രയും കൂടി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ സ്റ്റെപ്പ്. എണ്ണയിൽ നിന്ന് മീൻ ഇങ്ങനെ കോരുക, കറിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ ഈ മീൻ പൊരിച്ച് ചൂടോടെ തന്നെ ഇടണം കേട്ടോ. അപ്പോഴേ ഈ കറിക്ക് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ ഈ മീൻ പൊരിച്ച എണ്ണയും ഇതിൻ്റെ മുകൾക്ക് കുറച്ചും അതേപോലെ ഒഴിച്ച് കൊടുക്കുക. ഇതിൻ്റെ ഈ മസാല അടുക്കി എടുത്തിട്ട്
കറീൻ്റെ മുകൾക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒരു അടിപൊളി മീൻകറി ഇവിടെ റെഡിയായി. ഇതിപ്പോൾ ഇനി മീൻകറി ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഇത് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കി. ഏത് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിലും ഇത് നല്ല വെടിപ്പായിട്ട് കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു മീൻകറിയാണിത്. പിന്നെ ഇത് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ബാക്കി ഉണ്ടാവില്ല, അത്രയ്ക്കും ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. അപ്പോൾ ഇത് നമുക്ക് വെള്ളപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും എല്ലാത്തിൻ്റെ കൂടെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് സേവ് ചെയ്യാൻ കഴിയും, ഇത് എല്ലാത്തിനും കൂടി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം, എന്നിട്ട് നല്ലൊരു കമൻറ്റ് അറിയിക്കാം ട്രൈ ചെയ്ത ശേഷം. അപ്പം ഇത് നമ്മൾ എണ്ണ ഒഴിച്ച് ഇത് കുറച്ച് നേരം കൂടി ഒന്ന് ഇതേപോലെ അടിച്ച് വെച്ചിട്ടൊന്ന് വേവിക്കുക. മീൻ കറി ഇഷ്ടമുള്ള എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ കറി ഇഷ്ടപ്പെട്ടോളി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് അറിയിക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.